Welcome to part 4, January 2017 question paper discussion session. Today we are going to solve a problem related to a cone. That it says that a cone of base diameter 50 mm and axis height 65 mm is resting upon its base on HP. It is cut by a vertical plane which makes an angle of 45 degree with VP and is 10 mm away from the axis. Draw the sectional front view showing the section and true shape of the section. So നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു 50 mm diameter ഉള്ള കോണാണ്. So phi is equal to 50 millimeter and axis height is equal to 65 millimeter. Is resting upon its base on HP so that the cone is placed such a way that it's a straight line, that the triangle is placed on the XY line. This is the XY line. When we draw it roughly, we can get the cone like this, and top view we have the circle. Then the second line, it is cut by a vertical plane which makes an angle of 45 degree with the VP. That means the cutting plane is inclined to XY line in top view. So this is the cutting plane and the inclination is 45 degree. So draw the sectional front view showing the sections and true shape of the section. So in detail we can move to the solution. Draw a reference line, XY line. We know that the diameter of the circle is 50 mm. So diameter of the circle is 50 mm. We can complete the divisions on the circle in the top view as നമുക്കൊരു 8 അല്ലെങ്കിൽ 12 ഈക്വൽ പാർട്സ് ഒക്കെ ഡിവൈഡ് ചെയ്യാം നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട്. നമുക്ക് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 ഞാൻ 8 ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് 12 വരെ വേണമെങ്കിൽ ചെയ്യാം. അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാൻ എന്നിട്ട് ഇതിന്റെ കോണിന്റെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യാണ്. കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞേക്കണേ? 65 ആണ്. കോണിന്റെ ഹൈറ്റ് 65 ആണ്. അപ്പൊ നമ്മൾ ഈ വെർട്ടിക്കൽ ആക്സിസിന്റെ ഹൈറ്റ് ആണ് 65 എടുക്കേണ്ടത് കേട്ടോ. 65 ഇവിടെയാണ് എടുക്കേണ്ടത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ അത് കഴിഞ്ഞു. ഈ ഡിവിഷൻസിന്റെ ഡെവലപ്മെന്റ്സ് നമ്മൾ ജനറേറ്റേഴ്സ് കാണിക്കണം, ഇവിടെ കാണിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കറിയാം കട്ടിംഗ് പ്ലെയിൻ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. 10 mm away from the axis എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പോയിന്റ് പറയുന്നുണ്ട്. 10 mm away from axis എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ എവിടെയെങ്കിലും നമ്മൾ വരയ്ക്കുക. 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള HT അല്ലെങ്കിൽ HT എന്ന് പറയുന്ന കട്ടിംഗ് പ്ലെയിൻ്റെ പേരാണ് HT എന്ന് പറയുന്നത്. ഏരോ മാർക്സ് ആണിത്, ഏരോ ഹെഡ്സ് ആണ് കൃത്യമായിട്ട് തന്നെ ചെയ്യണത്. HT നമ്മൾ കാണിക്കുന്നത് 45 ഡിഗ്രിയിൽ. എന്നിട്ട് ഈ ലൈൻ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു എവിടേക്ക്? ഈ ആക്സിസിൽ നിന്നും, ഞാൻ ഇതിന്റെ കളർ കോഡ് ഒന്ന് മാറ്റാം അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഈ ആക്സിസിൽ നിന്നും, അതായത് ഈ ആക്സിസിൽ നിന്നും 10 mm മാറിയിട്ടാണ് ഈ ലൈൻ പാസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ടാൻജന്റ് ലൈൻ വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ 10 mm ഒരു റേഡിയസ് സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചിട്ട് ഈ പർട്ടിക്കുലർ ലൈൻ ഇതിന്റെ ഔട്ടർ ടാൻജന്റിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഈ ലൈൻ 45 ഡിഗ്രി കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ആദ്യം നമ്മൾ എവിടെയെങ്കിലും ഒരു ലൈൻ വരച്ചിട്ട് അതിനുശേഷം ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മതിയോ? എങ്ങനെ? ഈ സർക്കിൾ വരച്ചിട്ട് 10 mm റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചിട്ട് അതിന്റെ ഔട്ടർ മോസ്റ്റ് ടാൻജന്റിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം നമ്മുടെ ഈ കറസ്പോണ്ടിങ് കട്ടിംഗ് പോയിന്റ്സുകൾ നമുക്കിനി മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ എത്ര കട്ടിംഗ് പോയിന്റ്സ് വന്നിട്ടുണ്ട് നോക്കാം. 1 2 3 4 and 5 5 കട്ടിംഗ് പോയിന്റ്സ് വരും. നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ 5 കട്ടിംഗ് പോയിന്റ്സ് വരും. യെസ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഇവിടുന്ന് ഈ പോയിന്റുകൾ നമ്മൾ ഇതിപ്പോ ബേസ് സർക്കിളുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ബേസിൽ തന്നെ വന്ന് മീറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ ഇതും 5 എന്ന് പറയുന്ന പോയിന്റ് ബേസിലുള്ളത്. അപ്പൊ ഈ രണ്ടും ബേസിലാണ് വരും. 1 and 5 ഫ്രണ്ട് വ്യൂവിൽ ബേസ് ലൈനിൽ വരും. ബാക്കിയുള്ള പോയിന്റുകളെല്ലാം മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഏകദേശം ഇവിടെ ഒരു പോയിന്റ് വരും, ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു പോയിന്റ് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു സർക്കിൾ വരും. ഏകദേശം ഇങ്ങനെ ഒരു സർക്കിളാണ് നമുക്ക് വരാം. ദെൻ ഈ സെന്ററിലത്തെ പോയിന്റ് നമുക്ക് കിട്ടില്ല, ഈ സെന്ററിലത്തെ. കാരണം ഈ കട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് നേരെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അപ്പൊ നമ്മൾ അതിന് എന്ത് വേണം? സൈഡ് വ്യൂ എടുത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. സൈഡ് വ്യൂ എടുത്തിട്ട് വേണം ഈ കട്ടിംഗ് പോയിന്റ്. സൈഡ് വ്യൂ എടുക്കാൻ നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ് ഒരു പ്രോബ്ലത്തിൽ. നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഈ പോയിന്റിൽ നിന്ന് ഞാൻ കളർ മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ റെഡ് കളർ ഞാൻ നോക്കിയാൽ ഈ സെന്റർ പോയിന്റിൽ നിന്ന് ഈ കട്ടിംഗ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി എടുക്കുക. അത് റൊട്ടേറ്റ് ചെയ്യുക. എവിടേക്ക്? നമ്മളിപ്പോൾ വരച്ച ഹൊറിസോണ്ടൽ ലൈനിലേക്ക്. അതിനുശേഷം വെർട്ടിക്കൽ ആയിട്ട് പ്രൊജക്ട് ചെയ്യുക. അത് ഇവിടെ ഔട്ടർ ട്രൂ ലെങ്ത് ലൈനിൽ വന്ന് മീറ്റ് ചെയ്യും.
അവിടെ നിന്ന് ഇതിങ്ങോട്ട് ഹൊറിസോണ്ടൽ ലൈൻ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക, അത് ഇവിടെ വന്ന് മീറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഈ ഹൈപ്പർബോള കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഹാച്ച് ചെയ്ത് വെക്കാം. അപ്പൊ ഈ ഒരു പോർഷൻ ഇവിടെ വരില്ല കേട്ടോ. ഈ ഒരു പോർഷൻ നമുക്ക് നമ്മുടെ ഹാച്ചിങ്ങിൽ വരില്ല കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കിനി ഇതിന്റെ ട്രൂ ഷേപ്പിലേക്ക് പോവാം. അപ്പൊ ട്രൂ ഷേപ്പ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് എവിടെയാണോ നമുക്ക് ഈ കട്ടിംഗ് പ്ലെയിൻ വന്നിട്ടുള്ളത്, ഇതാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാനൊന്ന് അതിന്റെ ഒന്ന് റബ്ബ് ചെയ്ത് കുറെ ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. ഈ HD എന്ന് പറയുന്ന ഈ പ്ലെയിനിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് നമ്മൾ വെർട്ടിക്കലായിട്ട് പ്രൊജക്ട് ചെയ്യുക. 1 2 3 4 5 5 ലൈൻസ് നമുക്ക് ഇവിടെ വരും. 5 ലൈൻസ് ഇവിടെ വരും. നിങ്ങളത് കൃത്യമായിട്ട് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. 5 ലൈൻസ് വരും. ഈ 5 ലൈൻസ് നമുക്ക് കുറച്ചും കൂടി പ്രൊജക്ട് ചെയ്തിടേണ്ടതുണ്ട്. നമുക്ക് ഈ പിക്ചറിന് മുകളിൽ ഓവർലാപ്പ് ചെയ്ത് വരാൻ പാടില്ല. നിങ്ങൾ വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്യണം. നമ്മൾ ഈ HDക്ക് പാരലായിട്ട് മറ്റൊരു റെഫറൻസ് ലൈൻ ഇവിടെ വരയ്ക്കുന്നു. എന്നിട്ട് ഈ കറസ്പോണ്ടിങ് പോയിന്റുകൾ ഇവിടെ നിന്ന് നമ്മളെടുത്ത് മാർക്ക് ചെയ്യുന്നു. ഞാൻ ഇതിന്റെ കളർ കോഡ് ഒന്ന് മാറ്റാം. ഞാനൊരു യെല്ലോ എടുത്തു, ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഫസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തു. സെക്കൻഡ് പോയിന്റ് വന്നിട്ട് ഈ പർട്ടിക്കുലർ ഹൈറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ വരുന്ന ഹൈറ്റ് ആണ് എടുക്കുക. ഉണ്ടോ? ഈ ഹൈറ്റ് ആണ് എടുക്കുക. അപ്പൊ നമുക്ക് ഏകദേശം ഇവിടെ വരും. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയായിരിക്കും. 3 വരുന്നത് ഇവിടെയായിരിക്കും. 4 ഇവിടെയായിരിക്കും. 5 ഇവിടെയായിരിക്കും. അപ്പോൾ 3 ഇവിടെ വന്നു, 4 ഏകദേശം ഇവിടെ വന്നു, ദെൻ 5 ഇവിടെ വന്നു, താഴെ വന്നു. അപ്പൊ ഇങ്ങനെ നമുക്കൊരു ഹൈപ്പർബോള നമുക്ക് ഇവിടെയും കിട്ടും. 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഹാച്ച് ചെയ്യുക. ഇതാണ് അതിന്റെ റിക്വയർഡ് ട്രൂ ഷേപ്പ്. അപ്പൊ ഈ ഹൈപ്പർബോളയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ പിക്ചറിൽ നിന്ന് എടുക്കണേ. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോപ്പ് വ്യൂവിൽ നിന്നാണ് എടുക്കണേ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇതിന്റെ ആക്ച്വൽ സൊല്യൂഷനിലേക്ക് പോവാം. ഇതാണ് ആക്ച്വൽ പിക്ചർ. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഈ പിക്ചറിൽ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ നേരത്തെ റഫായിട്ട് വരച്ചപ്പോൾ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, പക്ഷേ പ്രൊസീജിയർ അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ഒരു പിക്ചറിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പരിശോധിക്കാം. നമ്മൾ ആദ്യം ഡയമീറ്റർ വരച്ചു, ദെൻ ദ ഫ്രണ്ട് വ്യൂ വരച്ചു. ഇതിനെ നമ്മൾ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 8 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ഇതിന്റെ ഡയമീറ്റർ 50, ഹൈറ്റ് 65 ആണ്. എന്നിട്ട് നമ്മൾ കട്ടിംഗ് പ്ലെയിൻ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കട്ടിംഗ് പ്ലെയിൻ വരച്ചു. അതിനുള്ള പ്രൊസീജിയർ വളരെ വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ നോക്കുക. ആ 45 ഡിഗ്രി വരയ്ക്കേണ്ടത് ഇവിടെ നിന്ന് സെന്ററിൽ നിന്നും 10 mm മാറിയിട്ടാണ്. നമുക്ക് അറിയാം അവിടെ ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കണം. ആ സർക്കിളിന്റെ ടാൻജന്റ് വേണം HT ആയിട്ട് വരയ്ക്കാനായിട്ട്. നിങ്ങൾ അത് വീഡിയോ ഒന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കാണുക. ഒന്നുകൂടി മനസ്സിലാക്കി 10 mm എടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇത്. അതിനുശേഷം നമ്മൾ ഈ കട്ടിംഗ് പോയിന്റുകൾ 1 2 3 4 5 എന്ന് പറയുന്ന ഏകദേശം 6 കട്ടിംഗ് പോയിന്റ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന കട്ടിംഗ് പോയിന്റ്സ് 5 ആണെങ്കിൽ 5 മതി. അത്രയും കട്ടിംഗ് പോയിന്റ്സ് ഫ്രണ്ട് വ്യൂയിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. നമ്മൾ ഇവിടെ ആ ഫ്രണ്ട് വ്യൂവിൽ ഈ ഒരു പോർഷനിലേക്ക് നമുക്കത് കൊണ്ടുവരുന്നു. ഈ രണ്ടാമത്തെ കട്ടിംഗ് പോയിന്റ് വരുന്ന പ്രൊസീജിയർ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. നമ്മളത് റൊട്ടേറ്റ് ചെയ്യണം. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, അത് നേരെ പ്രൊജക്ട് ചെയ്യുന്നു, ഹൊറിസോണ്ടലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അങ്ങനെയാണ് സെക്കൻഡ് കട്ടിംഗ് പോയിന്റ് വരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. ഇനി നമ്മൾ ചെയ്യണത് ട്രൂ ഷേപ്പ് എടുക്കുന്നതാണ്. ട്രൂ ഷേപ്പ് നമുക്ക് വേണമെങ്കിൽ മുകളിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ താഴത്തേക്കും എടുക്കാം. എവിടേക്ക് വേണമെങ്കിൽ വരയ്ക്കാം. നിങ്ങളുടെ ബുക്കിന്റെ സ്പേസിൽ സ്ഥലമുള്ളടുത്ത് വരയ്ക്കാം. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പിക്ചറിൽ താഴെയാണ്, ഞാൻ റഫായിട്ട് വരച്ചപ്പോൾ മുകളിലാണ് കാണിച്ചത്. അത് പിക്ചറിന് മേലെ ഓവർലാപ്പ് ചെയ്ത് വരാത്ത രീതിയിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് വരയ്ക്കുമ്പോൾ നമ്മൾ ഹൈറ്റ് എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഇപ്പൊ ഈ ഹൈറ്റ് ആണ് നമ്മൾ എടുക്കുക. ഒരു സിമ്പിൾ കൊടുക്കാം, ഹാഷ്. അത് നമ്മളിപ്പോൾ ഈ ഇവിടെയും കാണിക്കണം. ഒരു ഹാഷ് എന്ന് പറയുന്ന സിമ്പിൾ ഇവിടെ കൊടുക്കുക. ഇപ്പൊ 3യുടെ ഹൈറ്റ് ഇതാണെങ്കിൽ നമുക്കൊരു സർക്കിൾ കൊടുക്കാം. ആ സർക്കിളിന്റെ സിമ്പിൾ ഇവിടെ കൊടുക്കാം. അതുപോലെ 4ൽ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രയാങ്കിൾ കൊടുക്കാം. അങ്ങനെ ഒരു ഡിഫറെന്റ് ഹൈറ്റ് വരുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ഷേപ്പുകൾ കൊടുത്ത് ഇതൊക്കെയാണ് ഈ ഹൈറ്റുകളാണ് അവിടെ എടുത്തേക്കണേ എന്നുള്ള ഒരു രീതി വാല്യൂ ചെയ്യുന്ന ആൾക്കൂടി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റിന് 10 മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഇതിന്റെ ട്രൂ ഷേപ്പിന് ഏകദേശം ഒരു 4 മാർക്ക് അവാർഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂവിന് ഏകദേശം ഒരു 4 മാർക്ക് തന്നെ കിട്ടും. ടോപ്പ് വ്യൂവിന് 2 മാർക്കാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്കാണ്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ 10 മാർക്ക് കിട്ടും. ഫുൾ ശരിയാണെങ്കിൽ കൂടി 8 മാർക്കേ കിട്ടുള്ളൂ. ഈവൻ പ്രൊവൈഡഡ് നിങ്ങളുടെ ഡയമെൻഷനിങ്ങും അതുപോലെ തന്നെ നീറ്റ്നെസ്സും വളരെ പ്രധാനമാണ്. നീറ്റ്നെസ്സും ഡയമെൻഷനിങ്ങും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ടും 10 മാർക്സ് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു ഓൾ.